അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാന്റെ പ്രഥമ രാത്രിയിൽ ആദ്യമേ തന്നെ അൽഹംദുലില്ലാ പറയുക. അതിനുശേഷം മാസം കണ്ടാൽ ചൊല്ലേണ്ട ദുആ ചെയ്യുക. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ യുഹിബ്ബു റബ്ബുനാ വയർളാ റബ്ബുനാ വറബ്ബുക്കല്ലാഹ് ഇലാലു ഖൈരിൻ വറുഷ്ദ്. ഈ പുണ്യമായ ദുആ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ഈ മാസത്തിൽ അള്ളാഹ് തരുന്നതാണ്. അതോടൊപ്പം സൂറത്തുൽ മുൽക്ക് ഓതുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ മുൽക്ക് നമ്മൾ റമളാന്റെ ആദ്യത്തെ രാത്രിയിൽ ഓതിയാൽ ഇൻഷാ അള്ളാഹ് ഈ റമളാൻ നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരും. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് കഴിവ് തരും. റമളാന്റെ പ്രഥമ രാത്രിയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു വർഷത്തേക്കുള്ള പാപം അള്ളാഹു പുറത്തു തരികയും ഒരു വർഷത്തേക്കുള്ള കാവൽ അള്ളാഹു തആല തരികയും ചെയ്യും. റമളാന്റെ പ്രഥമ രാത്രി സൂറത്തുൽ ഫത്ഹ് ഓതുക. സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ പാപം അള്ളാഹു തആല പുറത്തു തരികയും റിസ്ക് വിശാലമാക്കുകയും എല്ലാ ഖൈറും അള്ളാഹു തആല നൽകും. റമളാന്റെ ആദ്യത്തെ രാത്രിയിൽ നമുക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും മറ്റും ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യുവാൻ പറ്റിയ രാത്രിയാണ് റമളാന്റെ ആദ്യത്തെ രാത്രി. റമളാന്റെ പ്രഥമ രാത്രിയിൽ അള്ളാഹു തആല ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹിന്റെ ആ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ അവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകും. ഒരു മനുഷ്യൻ അവന്റെ ദിക്ർ ദുആ അധികരിപ്പിച്ചാൽ, മുൽക്ക് ഫതഹ് സൂറത്തുകൾ ഓതിയാൽ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചാൽ അള്ളാഹിന്റെ നോട്ടം അവന് ലഭിക്കും. റമളാന്റെ പ്രഥമ രാത്രി അള്ളാഹിന്റെ അർശിന്റെ താഴ്വാരത്ത് പ്രകാശത്താൽ മനോഹരമായ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലക്കുകൾ. ഹളീറത്തുൽ ഖുദൂസ് എന്നാണ് ആ താഴ്വരയുടെ പേര്. ആ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണ് റമളാന്റെ പ്രഥമ രാവ്. റമളാന്റെ ആദ്യത്തെ രാത്രി ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വിഭാഗം ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രഥമ രാത്രിയിൽ നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹിലേക്ക് അടുത്താൽ അള്ളാഹു നമ്മിലേക്ക് അടുക്കും. ആദ്യത്തെ ദിവസത്തെ തറാവീഹ് നമ്മൾ നമസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൂലി ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ആളുടെ മഹത്വമാണ്. നവജാത ശിശുവിന്റെ പോലെ ആയി കിട്ടും. അതായത് ഒരു തെറ്റും നമ്മൾ ചെയ്യാത്ത ഒരു ജീവിതമായിരിക്കും ഇന്നു മുതൽ നമുക്ക് അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ലഭിക്കും. റമളാനിലെ നോമ്പിന്റെ നിയ്യത്ത് രാത്രി തന്നെ വെക്കുക. നിയ്യത്ത് നബൈതു സൗമ അദിൻ അൻ അദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ബില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വീട്ടുവാൻ കരുതി. ഇത് എന്നും മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഉച്ചരിക്കൽ സുന്നത്ത്. റമളാൻ 1 മുതൽ 10 വരെ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ 3 വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അവരുടെ ദുആ സ്വീകരിക്കുന്നതാണ്. റമളാനിന്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. സുന്നത്തായ റമളാനിന്റെ കുളി ഞാൻ കുളിക്കുന്നുവെന്ന് നിയ്യത്ത് വെക്കണം. എല്ലാ ദിവസവും രാത്രി തന്നെ പിറ്റന്നത്തേക്കുള്ള നിയ്യത്ത് വെക്കണം. എല്ലാ ദിവസവും രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. ഒരു ദിവസമെങ്കിലും നിയ്യത്ത് വയ്ക്കാൻ മറന്നുപോയാൽ നമുക്ക് നോമ്പ് ഒരെണ്ണം നഷ്ടമാകും. ആ നോമ്പ് നഷ്ടമാകാതിരിക്കാൻ ആദ്യത്തെ ദിവസം തന്നെ റമളാൻ 1-ാമത്തെ ദിവസം തന്നെ മാലിക്കി മദ്ഹബ് പ്രകാരം പ്രഥമ രാത്രി തന്നെ 30 ദിവസത്തെ നോമ്പിന് നിയ്യത്ത് വെക്കണം. ഏതെങ്കിലും ഒരു ദിവസം നിയ്യത്ത് വെക്കുവാൻ മറന്നുപോയാൽ നമ്മൾ വെച്ച 30 ദിവസം നോമ്പ് പിടിച്ചു വീട്ടുമെന്ന് നിയ്യത്ത് വെച്ചതുകൊണ്ട് നമുക്ക് നോമ്പ് നഷ്ടമാവുകയില്ല.